ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മൈഥിലി പേടിച്ച് വീട്ടിലിരിക്കുകയാണ്. ആരെയൊക്കെയോ സൗണ്ട് കേട്ടിട്ട് പേടിച്ചിരിക്കുന്നു. ആ സമയത്ത് വീട്ടിലേക്ക് വൈശാഖ് വരുന്നു. വൈശാഖ് മൈഥിലിയോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന്. മൈഥിലി പറയുന്നുണ്ട്, ഈ ഏരിയയിലുള്ള ആൾക്കാർ ശരിയല്ല, എന്നെ നോക്കുന്നതൊക്കെ തെറ്റായ രീതിയിലാണ്. ഇവിടെയാണെങ്കിൽ എനിക്ക് പേടിയാകുകയാണ്. ഇവിടെയുള്ള സ്ത്രീകളും അവന്മാർക്കൊക്കെ കൂട്ടാണെന്ന് പറയുന്നു. ഇങ്ങനെ പോയാൽ എന്റെ ജീവൻ തന്നെ ഇവിടെ അവസാനിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എങ്ങോട്ടേലും പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് മൈഥിലി അകത്തേക്ക് പോകുന്നു. വൈശാഖ് അപ്പോൾ സ്വാമിനാഥൻ പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞത് ഓർക്കുന്നു. വൈശാഖ് അപ്പോൾ വിചാരിക്കുകയാണ്, അയാളെ ഒന്ന് പോയി കണ്ടാലോ എന്നൊക്കെ. ശേഷം കാണിക്കുന്നത് കാർത്തിക്കിനെയാണ്. കാർത്തിക് മീനാക്ഷി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അതിനുശേഷം സ്പീഡിൽ വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ദ്രജയുടെ ഗുണ്ടകൾ നടു റോഡിലായിട്ട് ബൈക്ക് കൊണ്ടുവെക്കുകയാണ്. കാർത്തിക് വരുന്ന വഴിയിലാണ് വെക്കുന്നത്. കാർത്തിക് സ്പീഡിൽ വരുമ്പോൾ ബൈക്ക് കാണുന്നുണ്ട്. പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു മരത്തിൽ ചെന്നിടിക്കുന്നു. കാർത്തികിന്റെ തലയ്ക്ക് അടി കിട്ടുന്നുണ്ട്. കാർത്തികിന്റെ ബോധവും പെട്ടെന്ന് പോകുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് കുറെ ആൾക്കാർ ഒത്തുകൂടുന്നുണ്ട്. ഗുണ്ടകൾക്കാണെങ്കിൽ തങ്ങളുടെ പ്ലാൻ വിജയിച്ച് സന്തോഷത്തിലുമാകുന്നു. പിന്നീട് വൈശാഖും മൈഥിലിയും സ്വാമിനാഥൻ മുതലാളിയെ പോയി കാണുന്നുണ്ട്. അയാൾ അപ്പോൾ മൈഥിലിയോടും വൈശാഖിനോടും ചോദിക്കുന്നുണ്ട്, ശരിക്കും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറയാനെന്ന് പറയുന്നു. വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട്, ഞാനും ഇവളും പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ്. ഇവള് വലിയ വീട്ടിലെ പെൺകുട്ടിയാണ്. ഞങ്ങൾ ഒളിച്ചോടി വന്നതാണെന്നൊക്കെ പറയുന്നു. ഇവളുടെ വീട്ടിൽ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഒളിച്ചോടി വന്നതെന്നൊക്കെ പറയുന്നു. സ്വാമിനാഥൻ അത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട്, ഇത് മാത്രമേ ഉള്ളൂ, വേറെന്തെങ്കിലും എന്നോട് മറയ്ക്കുന്നുണ്ടോ? എന്താണെങ്കിലും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനെന്ന് പറയുന്നു. വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട്, ഇത്രേ ഉള്ളൂ എന്നൊക്കെ. സ്വാമിനാഥൻ പറയുന്നുണ്ട്, ഞാൻ എല്ലാവരെയും ഒരുപാട് സഹായിക്കുന്നവനാണ്. മാവേലിയെ പോലെയും കർണനെ പോലെയും ഒക്കെയാണെന്ന് പറയുന്നു. ഞാൻ എന്തായാലും എന്റെ സ്ഥാപനത്തിൽ വൈശാഖിന് ഒരു ജോലി തരാം. നിങ്ങൾക്കാണെങ്കിൽ എന്റെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയും ചെയ്യാമെന്നൊക്കെ പറയുന്നു. വൈശാഖിന് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. മൈഥിലിക്ക് പക്ഷെ അയാളെ സംശയം തോന്നുന്നുണ്ട്. മൈഥിലിയും വൈശാഖും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. വൈശാഖിനോട് മൈഥിലി പറയുന്നുണ്ട്, എനിക്ക് ഇയാളെ സംശയമുണ്ട്. ഇയാൾ നമ്മളെ എന്തോ കൊടുക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നൊക്കെ പറയുന്നു. വൈശാഖ് അപ്പോൾ പറയുന്നുണ്ട്, ഇതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണെന്നൊക്കെ. ശേഷം കാണിക്കുന്നത് മീനാക്ഷിയാണ്. മീനാക്ഷി കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. ആ സമയത്ത് മീനാക്ഷി മനസ്സിൽ കരുതുന്നുണ്ട്, ACP മൈഥിലി ചേച്ചി ഒരുപാട് സ്നേഹിച്ചതാണ്. ആ മൈഥിലി ചേച്ചി ചിലപ്പോൾ തിരിച്ചു വന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറുമായിരിക്കുമെന്നൊക്കെ കരുതുന്നു. മീനാക്ഷി അങ്ങനെ വിചാരിച്ചിട്ട് മീനാക്ഷി തന്റെ കൂട്ടുകാരി രേഷ്മയെ ഫോൺ ചെയ്യുന്നു. ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട്, ഒരാളെ കണ്ടുപിടിക്കാൻ സഹായിക്കുമോ എന്ന്. മീനാക്ഷി കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. രേഷ്മി അപ്പോൾ പറയുന്നുണ്ട്, എന്റെ ഗ്രൂപ്പിലെല്ലാം ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കാം. അതിനുശേഷം എന്തെങ്കിലും അറിവ് കിട്ടിയാൽ അറിയിക്കാമെന്നൊക്കെ പറയുന്നു. മീനാക്ഷി ഫോൺ വെച്ചതിന് ശേഷം സാവിത്രി ചോദിക്കുന്നുണ്ട്, ഈ രാത്രിയിൽ ആരെയാണ് ഫോൺ വിളിക്കുന്നതെന്ന്. മീനാക്ഷി അപ്പോൾ കുഞ്ഞിനോട് പറയുന്നത് പോലെ പറയുന്നുണ്ട്, മറ്റുള്ളവർ സംസാരിക്കുന്നത് ഒളിഞ്ഞു നോക്കുന്നത് അത്ര ശരിയല്ലെന്നൊക്കെ. മീനാക്ഷി അങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു. സാവിത്രി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട്. ഇവക്ക് നല്ലൊരു പണി കൊടുക്കണമെന്നൊക്കെ കരുതുന്നു. നന്ദിനി അടുക്കളയിൽ ചായ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. തേയില എടുക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ജയറാം അവിടേക്ക് വരുന്നുണ്ട്. ജയറാം തേയില എടുത്ത് കൊടുക്കുന്നുണ്ട്. നന്ദിനി ജയറാമിനെ കാണുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട്. ജയറാമിനോട് നന്ദിനി പറയുന്നുണ്ട്, ജയേട്ടനോട് ഇങ്ങോട്ട് വരല്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കുന്നു. ജയേട്ടനെ എല്ലാവരും വഴക്കു പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കും ഒരുപാട് സങ്കടമാകുന്നുണ്ട്. ഒന്നാമതേ ഇവിടെ ഒരുപാട് പ്രശ്നമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ജയേട്ടനും കൂടെ എന്തിനാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. ജയറാം അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് തലവേദനിക്കുന്നു, ഒരു ചായ കിട്ടുമോ എന്നറിയാൻ വേണ്ടി വന്നതാണെന്ന്. നന്ദിനി അപ്പോൾ പറയുന്നുണ്ട്, ജയേട്ടൻ പൊക്കും, ഞാൻ കൊണ്ടുതരാമെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് കാർത്തികിനെയും കൂട്ടി പോലീസുകാർ വീട്ടിലേക്ക് വരുന്നു. കാർത്തികിന്റെ നെറ്റിയിലാണെങ്കിൽ ഒരു കെട്ടുണ്ട്. കാർത്തികിന്റെ തലയിലെ മുറിവ് കണ്ടിട്ട് സാവിത്രി ഞെട്ടിപ്പോകുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്